താമസ സ്ഥലത്ത് എന്തൊക്കെ മരങ്ങൾ നട്ടുവളർത്താം, ഏതൊക്കെ ഒഴിവാക്കണം? നിരവധി പേരുടെ സംശയമാണിത്. ചെമ്പകം, പിച്ചകം, മുല്ല, തുളസി, വെറ്റിലക്കൊടി, കൂവളം, കുമിഴ് എന്നീ ചെടികൾ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ എവിടെയും നട്ടുവളർത്താം. അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്താണ് ആഞ്ഞിലി വളർത്തേണ്ടത്. അരയാലായാലും ഏഴിലം പാലയായാലും അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കും. നാഗവൃക്ഷവും പ്ലാവും വീടിൻ്റെ വടക്കേ ദിക്കിൽ നല്ലതാണ്. വീടിനടുത്തോ കിണർ, കുളം എന്നിവയുടെ അരികിലോ കാഞ്ഞിരം വളർത്തുന്നത് കിണറ്റിലെ വെള്ളം വിഷബാധയുള്ളതാക്കും. അതുപോലെ മാവ് ഗൃഹത്തിൻ്റെ ഏതു ഭാഗത്തും നട്ടുവളർത്താം. പൂരൂരുട്ടാതിയിൽ പിറന്നവർക്ക് വീടിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്തെ തേന്മാവ് വളരെ നല്ലതാണ്. ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പുളിയോ അതുപോലെ ഉയരമുള്ള ബലമുള്ളതുമായ വൃക്ഷങ്ങൾ നല്ലതാണ്. ആ ദിക്കിൽ കണിക്കൊന്നയും ഇലഞ്ഞിയും നട്ടുവളർത്തുന്നതും ഉത്തമമാണ്. നമ്മുടെ വസ്തുവിൽ കൂവളം, നെല്ലി, പ്ലാവ് എന്നിവ ഒന്നിച്ച് വളരുന്നതും നട്ടുവളർത്തുന്നതും വളരെ ഐശ്വര്യപ്രദമാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് കിഴക്കു ഭാഗത്തും മുള വളർത്തുന്നതും നല്ലതാണ്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നീ നാൽപ്പാമര മരങ്ങൾ ദേവാലയങ്ങളിൽ അല്ലാതെ താമസ സ്ഥലത്ത് വളർത്താൻ പാടില്ല. വടക്ക് അത്തിയും പാടില്ല, തെക്ക് ഇത്തിയും പാടില്ല. കിഴക്ക് അരയാലും പടിഞ്ഞാറ് പേരാലും നട്ടുവളർത്തരുത്.